ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും പ്രഷർ ഈക്വൽ ആണ് ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ ഗേൾസിന് പിന്നെയും കുറച്ചും കൂടി പ്രിഫറൻസ് പേരൻസ് കൊടുക്കുന്നുണ്ട്. 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എഴുതി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ പല സ്റ്റേജിലും സ്കൂൾ, കോളേജ്, അതുപോലെ വർക്ക് പ്ലേസിലും പലപ്പോഴും ലോസ്റ്റ് ആയിരുന്നു. ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചില പിള്ളേർക്കൊക്കെ ചെറുപ്പത്തിലെ മുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, ആസ്ട്രോനാട്ട് ആവണം. ഇങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും എൻ്റെ ഗോൾസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ ടു ബി ലോസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്കൊരു സമയം കൊടുത്താൽ മതി. എൻ്റെ 4th അറ്റംപ്റ്റ് ആണ് സിവിൽ സർവീസിൽ. ഇപ്പോൾ 17 അറ്റംപ്റ്റ് ചെയ്തു, 17-18 പ്രിലിംസ് പോലും ക്ലിയർ ആയില്ല. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് 3 സ്റ്റേജ് ഉണ്ട്. 3 സ്റ്റേജും ഇൻഡിവിജ്വലി ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു 0 എന്ന് പറയുന്ന പോലെയാണ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു 50-നുള്ളിൽ റാങ്ക് വേണം. സോ ഐ ഫോക്കസ്ഡ് മൈ എഫേർട്സ് ടുവേർഡ്സ് ഇറ്റ്. നിങ്ങളുടെ പോലെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ എന്തൊക്കെയോ ആയിട്ട് ശേഷം ഈ സ്കൂളിലും കോളേജിലും വരണം എന്നുള്ളത്. സോ വൺസ് ഐ പാസ്ഡ് ഔട്ട് ഓഫ് മൈ കോളേജ്, ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ബിക്കോസ് ഐ വാണ്ടഡ് ടു ബി സംതിങ് ആൻഡ് ദെൻ ഗോ. എവിടെയോ ആരുടെയോ കൂടെ എലോപ്പ് ചെയ്തു പോയി, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എന്തോ ഡിപ്രഷനിലാണ്, ഇങ്ങനെയൊക്കെ പേരൻസ് ഒരുപാട് കേട്ടു. നമ്മുടെ റിസൾട്ട് വന്ന അന്ന് നൈറ്റ് എനിക്ക് വന്ന കോൾസാണ് കേരള ഗവർണർ ഓഫീസ്, MLA, MP, ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് SP എന്ന് നമ്മൾ TV-യിൽ മാത്രം കാണുന്ന ആൾക്കാരുടെ കോൾസും വിഷസുമാണ് പിന്നെ വരുന്നത്. സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അത് ആവശ്യമാണ്. സോ വെനെവർ യു ഗെറ്റ് ടൈം, യു സിറ്റ് വിത്ത് ലൈക്ക് യുവർ ഫ്രണ്ട്സ് ആൻഡ് ദെൻ യു തിങ്ക് വാട്ട് യു വാണ്ട്. ക്രൈം കേസിലെ പ്രതിയാണെങ്കിൽ പാസ്പോർട്ട് റിജക്റ്റ് ആവും, പിന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്ര പോയിട്ട് കാര്യമില്ല. കേസിൽ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞല്ലോ, ഈ കേസ് നമ്മളൊരു 10 വർഷം കഴിഞ്ഞാലും ഈ സംഭവം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കോർട്ട് വിളിച്ച് നിങ്ങൾ കുറ്റവാളി അല്ല എന്ന് പറയുന്നിടത്തോളം കാലം നമ്മുടെ റെക്കോർഡ്സിൽ നിങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഉണ്ടാവും, പക്ഷേ അത് വിത്ത് ടൈം ഡേറ്റ പ്രൈവസി ലോ ഒക്കെ വന്ന് അത് റീസൊക്കെ ആകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ അതായിട്ടില്ല. സേക്രഡ് ഹാർട്ട്സ് കോളേജിൻ്റെ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ്, മാനേജർ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സ്റ്റാഫ്, എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ എത്തിയ ശ്രീ ജിമ്മി സെബാസ്റ്റ്യൻ, പിന്നെ ഈ കോളേജിൻ്റെ എല്ലാമായ കുട്ടികൾ, I mean brothers and sisters. So warm good morning to one and all. Thank you for giving such a good introduction. First of all, I am very grateful കാരണം എന്നെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. ഞാനിവിടെ നിങ്ങളുടെ പ്രായം ഒക്കെ കഴിഞ്ഞ്, കോളേജ് കഴിഞ്ഞ് പല എക്സാംസും എഴുതാൻ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം സേക്രഡ് ഹാർട്ട്സ് കോളേജ് എല്ലാ എക്സാംസിൻ്റെ ഒരു സെൻറ്ററാണ്. അതുപോലെ എൻ്റെ അരിയനെയും കൊണ്ടുവന്ന് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും വലിയൊരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നറിഞ്ഞത് കൊച്ചിയിൽ ചാർജ് എടുത്തതിന് ശേഷമാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് തന്നെ പറയുന്നത് വളരെ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ നിങ്ങൾ ബേസിക്കലി ബ്രൈറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലെങ്കിലും പലരും ചിരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് യു ആർ ഓൾ വെരി വെൽ കേപ്പബിൾ ആൻഡ് ബെറ്റർ ദെൻ മീ. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് മാത്രമാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമല്ലോ, അതിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ 2021 ബാച്ച് സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ എൻജിനീയറിംഗ് ആണ്. എൻ്റെ നാട് ഇടുക്കിയാണ്. പക്ഷേ ഞാൻ പഠിച്ചത് ബേസിക്കലി ഇടുക്കിയിലല്ല, എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് പഠിച്ചത്. അതിനുശേഷം എൻജിനീയറിംഗ് എടുത്തു. പിന്നെ ഇൻഫോസിസ് എന്ന കമ്പനിയിൽ എനിക്ക് പ്ലേസ്മെൻ്റ് ആയി. അതിനുശേഷം 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് സിവിൽ സർവീസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എഴുതി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആഫ്റ്റർ ഓൾ ദിസ്, ഞാൻ എൻ്റെ പല സ്റ്റേജിലും സ്കൂൾ, കോളേജ്, അതുപോലെ വർക്ക് പ്ലേസിലും പലപ്പോഴും ലോസ്റ്റ് ആയിരുന്നു.
ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചില പിള്ളേർക്കൊക്കെ ചെറുപ്പത്തിലെ മുതൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, ആസ്ട്രോനാട്ട് ആവണം, ഇങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോഴും എൻ്റെ ഗോൾസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പേരൻസ് വളരെ കൺസേൺഡ് ആയിരുന്നു. കറക്റ്റായ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ഔട്ട്പുട്ട്. പക്ഷേ ഒരു മൊമെൻറ്റ് വന്നപ്പം ഞാൻ ഏകദേശം എല്ലാ പരീക്ഷ എഴുതിയിട്ടുണ്ട്. MSW മുതൽ ടാറ്റയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ചിസ്. അപ്പോൾ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ പ്ലേസ്ഡ്, ലൈക്ക് ഐ ഗോട്ട് എൻ അഡ്മിഷൻ. പിന്നെ കാറ്റ്, മാറ്റ്, ഗേറ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് മീൻസ് ഐ വാസ് സോ ലോസ്റ്റ്, ഐ ഹാഡ് നോ ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളിൽ ചിലവരങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ better than me, so you wouldn't be so lost. But it's okay to be lost. That is what I understood. നിങ്ങൾക്കൊരു സമയം കൊടുത്താൽ മതി. സോ എൻ്റെ പേരൻസ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സമയമെടുത്തു. എൻ്റെ സിവിൽ സർവീസ് ഞാൻ ക്ലിയർ ചെയ്യുന്നത് ഞാൻ 30 കഴിഞ്ഞപ്പോഴാണ്. ഈ സമയമാകുമ്പോഴത്തേക്കും ആൾക്കാർ 5-6 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. So once you are in, you are a civil servant. Nobody is going to evaluate you, what's your age, what's your profile, where you studied and all that. അപ്പോൾ not only civil service, വേറെ എന്ത് നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിലും. So focus on that. It's okay to be lost, but give yourself the time. സെക്കൻഡ് കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാൽ ഒന്നും എളുപ്പമല്ല. ഞാൻ എൻ്റെ 4th അറ്റംപ്റ്റ് ആണ് സിവിൽ സർവീസിൽ. അപ്പോൾ 2016 ജോലിയൊക്കെ രാജിവെച്ച് ഇറങ്ങി. പക്ഷേ ഭയങ്കര ടെൻഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ പേരൻസിനും ടെൻഷനാണ്, റിസോഴ്സസിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ 17 അറ്റംപ്റ്റ് ചെയ്തു, 17-18 പ്രിലിംസ് പോലും ക്ലിയർ ആയില്ല. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് 3 സ്റ്റേജ് ഉണ്ട്. 3 സ്റ്റേജും ഇൻഡിവിജ്വലി ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് ടു 0 എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ 17-18 ക്ലിയർ ആയില്ല. 19 ഇൻ്റർവ്യൂ വരെ പോയി, പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ. പക്ഷെ മാർക്ക് കുറവായത് കാരണം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല. അപ്പോൾ പിന്നെയും നെക്സ്റ്റ് പ്രിലിംസ് എഴുതണം. ഇപ്പോൾ പ്രിലിംസ് നെക്സ്റ്റ് എഴുതി. അങ്ങനെ ലാസ്റ്റ് 2020 എക്സാമിലാണ് എൻ്റെ ക്ലിയർ ആയത്. റാങ്ക് എനിക്ക് 50-നുള്ളിൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒന്നും ബൈ ചാൻസ് വരുന്നതല്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു 50-നുള്ളിൽ റാങ്ക് വേണം. സോ ഐ ഫോക്കസ്ഡ് മൈ എഫേർട്സ് ടുവേർഡ്സ് ഇറ്റ്. അതുപോലെ നിങ്ങളുടെ പോലെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എന്തൊക്കെയോ ആയിട്ട് ശേഷം ഈ സ്കൂളിലും കോളേജിലും വരണം എന്നുള്ളത്. സോ വൺസ് ഐ പാസ്ഡ് ഔട്ട് ഓഫ് മൈ കോളേജ്, ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. Because I wanted to be something and then go. So I fulfilled that. Even സ്കൂളിലും ഞാൻ 2-3 പ്രാവശ്യം ടീച്ചേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ സ്കൂളിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സോ ഇറ്റ്സ് ഓൾ, ഇതൊരു ചാൻസ് അല്ല, ഇറ്റ് ഈസ് കോൺഷ്യസ് തോട്ട്സ്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും പ്രഷർ ഈക്വലാണ് ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ ഗേൾസിന് പിന്നെയും കുറച്ചും കൂടി പ്രിഫറൻസ് പേരൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻ അടുത്ത ഹേർഡിലാണ്. അപ്പം ഞാൻ എൻ്റെ സിവിൽ സർവീസ് തുടങ്ങിയപ്പം, പരീക്ഷ പഠിച്ചു തുടങ്ങിയപ്പം എനിക്കറിയായിരുന്നു നാട്ടിൽ നിന്ന് പഠിക്കൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ചെന്നൈയിലോട്ട് പോയതാണ്. അവിടെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നാൽ വളരെ ഡിസ്ട്രാക്ഷനാണ്. ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെ പറഞ്ഞ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വീട്ടിൽ പോകണം. പിന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ അവർക്ക് കല്യാണപ്രായമായി അതായി ഇതായി എന്നൊക്കെ തോന്നും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ എവിടെയോ ആരുടെയോ കൂടെ എലോപ്പ് ചെയ്തു പോയി, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് എന്തോ ഡിപ്രഷനിലാണ്, ഇങ്ങനെയൊക്കെ പേരൻസ് ഒരുപാട് കേട്ടു. സോ നിങ്ങളുടെ പേരൻസും നിങ്ങൾക്ക് അത്യാവശ്യം സപ്പോർട്ടീവ് ആകണം. അതുകൊണ്ട് പക്ഷേ അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈനിൽ കൊണ്ടുവരാം. ഇപ്പം എൻ്റെ പേരൻസ് ചെറുപ്പത്തിൽ മുതൽ ഇങ്ങനെയൊന്നും ആയെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പലപ്പോഴും ഒരുപാട് പ്രഷർ നേരിടേണ്ടി വന്നു. പക്ഷെ ഞാൻ അമ്പിന് വില്ലിന് മടിക്കില്ല എന്ന് പറയുന്നത് പോലെ നിന്നതുകൊണ്ട് ദേ സർവൈവ്ഡ്. ഈ എല്ലാ കാര്യവും റിസൾട്ട് വന്ന ഒറ്റ രാത്രി അതെല്ലാം മാറി.
കാരണം എൻ്റെ റിസൾട്ട് വന്ന സമയം ഇൻ്റർവ്യൂ എക്സാം എല്ലാം കൊറോണ ടൈമായിരുന്നു. 2020, 2019, 2021. അപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 വർഷം എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയില്ല. അതിനു മുമ്പും 3 പ്രാവശ്യം നാട്ടിൽ വന്നിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ ഫേസ് കാണിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റിസൾട്ട് വന്ന അന്ന് നൈറ്റ് എനിക്ക് വന്ന കോൾസാണ് കേരള ഗവർണർ ഓഫീസ്, MLA, MP, ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് SP നമ്മൾ TV-യിൽ മാത്രം കാണുന്ന ആൾക്കാരുടെ കോൾസും വിഷസുമാണ് പിന്നെ വരുന്നത്. അപ്പം പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നേരെ തിരിഞ്ഞു. സോ ദെൻ എന്തൊക്കെയോ അവൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഡയലോഗായി. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ് യു ഹാവ് ടു ഐസൊലേറ്റ് യുവർ സെൽഫ്. കുറച്ച് നമുക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരും വളരെ പൊട്ടൻഷ്യൽ ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ബാച്ചിൽ ഞാനാണ് ഏറ്റവും പൊട്ടൻഷ്യലുള്ള ആളെന്നൊന്നും ഞാൻ പറയുകയില്ല. പക്ഷേ ആ കറക്റ്റ് ടൈം വന്നപ്പം ഐ ഡിസൈഡഡ് വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ കുറച്ച് മിസ്സസ് ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു, അങ്ങനെ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അതുപോലെ ഇരിക്കും. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒരു ജേർണി ആഗ്രഹിക്കുകയില്ല, താല്പര്യപ്പെടുകയില്ല, അത് നിങ്ങളുടെ ഡ്രീം ആയിരിക്കില്ല. ബട്ട് എവ്രി വൺ ഓഫ് യു വിൽ ഹാവ് സം ഡ്രീം. അതൊരു കമ്പനി തുടങ്ങാനാകാം, ഇല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആകാനാകാം, ഓൺടർപ്രണർ, എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഹാസ് സ്കോപ്പ് ഇഫ് യു ഹാവ് ലൈക്ക് ഹാപ്പിനെസ് ഡൂയിങ് ഇറ്റ്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക എന്താണ് വേണ്ടതെന്നുള്ളത്. അതിന് കുറച്ച് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, വലിയ വാക്കാണ്, പക്ഷേ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ അത് ആവശ്യമാണ്. സോ വെനെവർ യു ഗെറ്റ് ടൈം, യു സിറ്റ് വിത്ത് ലൈക്ക് യുവർ ഫ്രണ്ട്സ് ആൻഡ് ദെൻ യു തിങ്ക് വാട്ട് യു വോണ്ട്. എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് മൂന്നാറാണെങ്കിലും ഞങ്ങളുടെ ആ സമയത്തെ ബാച്ച് അക്രോസ് ഇന്ത്യയിൽ അക്രോസ് കേരള ഡിസ്ട്രിക്ട്സ് നിന്നുണ്ടായിരുന്നു. മൂന്നാറാണെങ്കിലും നല്ല ബാച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും വലിയ രീതിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളവരാണ്. സോ വി ഹാഡ് എ ഗുഡ് കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് ടീച്ചേഴ്സും പേരൻസും ഒന്നും വേണ്ട, ചാറ്റ് GPT മതി. അപ്പോൾ എന്ത് ചോദിക്കാനും ചാറ്റ് GPT മതി. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫുണ്ട്, സ്റ്റാഫിൻ്റെ കുട്ടി ചാറ്റ് GPTയോടാണ് ചോദിക്കുന്നത്, ചാറ്റ് GPT പറഞ്ഞ അനുസരിക്കണോ അമ്മ പറഞ്ഞ അനുസരിക്കണോ എന്ന്. അപ്പോൾ ചാറ്റ് GPT പറഞ്ഞു അമ്മ പറഞ്ഞ അനുസരിക്കണമെന്ന്. ഹാഡ് ഇറ്റ് ടോൾഡ് അതർവൈസ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിസാസ്റ്റർ. സോ പക്ഷേ ഈ ഒരു ഡിവൈസിന് നിങ്ങൾക്ക് വാല്യൂ ഒന്നും ഇമ്പാർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കൊരു തകർച്ച വരുമ്പം പോട്ടെ, അത് സാരമില്ല, വിൽ ട്രൈ നെക്സ്റ്റ് ടൈം എന്ന തലേ കൈവച്ച് ആശ്വസിക്കാനും പറ്റില്ല. സോ യു നീഡ് എ മെൻറ്റർ. ഓൾ അലോങ് യു നീഡ് എ മെൻറ്റർ. അതൊരു ഒരാളാവണം എന്നില്ല, ലൈക്ക് ടീച്ചർ ആവണം എന്നൊന്നുമില്ല. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാ. പക്ഷേ അവൾ ഭയങ്കര പോസിറ്റീവാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷേ പുള്ളിക്കാരി ഭയങ്കര പോസിറ്റീവാണ്. അവരുടെ ജീവിതത്തിൽ എത്താൻ പറ്റാവുന്ന ഹൈറ്റ്സിൽ അവരെത്തി. അപ്പം എനിക്ക് അവരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ. അതുപോലെ എനിക്ക് അലോങ് ദ വേ നല്ല മെൻറ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ ഈ ടീച്ചേഴ്സ് യു ക്യാൻ ചൂസ് ലൈക്ക് ഹൂം യു ആർ കംഫർട്ടബിൾ വിത്ത്. ചില ആൾക്കാരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇൻസ്റ്റൻ്റ്ലി ബിൽഡാവും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ട് ആയാലും ഇവരെയൊക്കെ വിളിച്ചാൽ ഇവർ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വന്ന് കാണുവാണെങ്കിൽ ദേ ക്യാൻ ബി അതർവൈസ് യുവർ ഫ്രണ്ട്സ്. നമുക്കൊരു അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി വേണം. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അധികം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് സിവിൽ സർവീസിലോട്ട് കയറിക്കഴിഞ്ഞാലും എല്ലാം വളരെ റോസിയൊന്നുമല്ല. നമുക്ക് ഇതിൻ്റെയും വർക്ക് പ്രഷേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ഫീൽഡാണോ ചൂസ് ചെയ്യുന്നത് അതിലും നമുക്ക് ഒരുപാട് പ്രഷറും, എന്താണ് നമ്മൾ ചെയ്തത് തീരുമാനം ഇത് തന്നെയായിരുന്നോ അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ബട്ട് at the end of the day you will have to remember the struggle you have put in
ടു റീച്ച് ദിസ് പ്ലേസ്. സോ പിന്നെ എനിക്ക് പറയാനുള്ളത് പോലീസിങ് പെർസ്പെക്റ്റീവിലാണ്. ഇപ്പം നമ്മളെല്ലാം കോളേജിലാണ്. എനിക്കറിയില്ലായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവമാണെന്ന്. സോ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് എവിടെയാണോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആ റെക്കോർഡുണ്ട്. പിന്നെ നമുക്ക് പാസ്പോർട്ട്, ഞാൻ ഇൻഫോസിസ് ജോയിൻ ചെയ്തപ്പോഴാണ് അവർ പാസ്പോർട്ട് ആദ്യമായിട്ട് ചോദിച്ചത്. അപ്പോൾ വെറുതെ പോയി പാസ്പോർട്ട് ഓഫീസിൽ അപ്ലൈ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വന്ന് വെരിഫൈ ചെയ്തു, പാസ്പോർട്ട് കിട്ടി. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് എത്ര പ്രോസസ്സാണെന്ന് മനസ്സിലാവുന്നത്. ഈ പാസ്പോർട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ വരും. നിങ്ങളുടെ വീട്ടിൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ആ സ്റ്റേഷനിൽ ചോദിക്കും എന്തെങ്കിലും ക്രൈംസ് ഉണ്ടോ, ഈ ആൾക്കെതിരെ ക്രൈംസ് ഉണ്ടോ എന്ന്. ക്രൈം കേസിൽ പ്രതിയാണെങ്കിൽ പാസ്പോർട്ട് റിജക്റ്റ് ആവും. പിന്നെ പാസ്പോർട്ട് സേവാ കേന്ദ്ര പോയിട്ട് കാര്യമില്ല. സോ നമ്മൾ കോളേജിലാവുമ്പം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. സോ ഡു നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ അൺനെസസറി തിങ്സ് ബിക്കോസ് യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇങ്ങനത്തെ പെറ്റി കാര്യങ്ങൾക്കുള്ളതല്ല നമ്മുടെ ലൈഫ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു കേസിൽ ഇൻവോൾവ് ആയെന്ന് പറഞ്ഞല്ലോ. ഈ കേസ് നമ്മളൊരു 10 വർഷം കഴിഞ്ഞാലും ഈ സംഭവം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ കോർട്ട് വിളിച്ച് നിങ്ങൾ കുറ്റവാളി അല്ല എന്ന് പറയുന്നിടത്തോളം കാലം നമ്മുടെ റെക്കോർഡ്സിൽ നിങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷേ അത് വിത്ത് ടൈം ഡേറ്റ പ്രൈവസി ലോ ഒക്കെ വന്ന് അത് ഇറേസൊക്കെ ആകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ അതായിട്ടില്ല. 2000 ക്രൈം കേസ് ഉണ്ടായിരുന്നു, പക്ഷെ പ്രതിയല്ല, എന്നെ വെറുതെ വിട്ടതാണ് മാഡം, എൻ്റെ പേര് അതിൽ നിന്നും വെട്ടണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ചെയ്യാറില്ല. സോ യു എൻജോയ് യുവർ ലൈഫ്, ബി ലൈക്ക് ഗുഡ് സിറ്റിസൻസ് ഓഫ് ദ കൺട്രി. ഒരു റൂളാണെന്ന് പറഞ്ഞാൽ അത് വയലേറ്റ് ചെയ്തേ ഞാൻ അടങ്ങൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ് ലഹരി. പലതരത്തിലുള്ള ലഹരിയുണ്ട്. പക്ഷെ നമ്മൾ ഈ പോയ്സണസ് സാധനങ്ങളിലോട്ട് മാത്രം പോവും. അതും ഇപ്പം നിങ്ങളുടെ ഇടയിൽ അറിയാമായിരിക്കും, കഞ്ചാവ് അതത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ എന്തോ ഒരു സാധനത്തിൽ ഒരു പേപ്പറിൽ ചുരുട്ടി വലിച്ച കുറച്ച് നേരത്തേക്ക് ഏതോ ലോകത്തിൽ പോകുന്നൊക്കെയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പിന്നെയും തിരിച്ചു വരും. ആ ഒറ്റ വലിയിൽ കാരണം ഡാമേജ് ആവുന്ന നെർവ്സിനെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ ബ്രെയിനിലുള്ള കുറേ ന്യൂറൽ നെറ്റ്വർക്ക്സും കണക്ഷൻസും ഉണ്ട്, അതെല്ലാം ഡാമേജ് ആയി പോകും. സോ നമുക്കതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബെറ്റർ ആകാനും നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനും പറ്റും. മ്യൂസിക്, ആർട്ട്, സ്പോർട്സ്, ഡാൻസ്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസാണ്. സോ അപ്പം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ലഹരി ചൂസ് ചെയ്യുക. ഡോണ്ട് ഗോ ടുവേർഡ് സംതിങ് വിച്ച് ഈസ് ഡാമേജിങ് ഫോർ യുവർ ബോഡി. കാരണം നിങ്ങളൊരു പ്രശ്നത്തിലെത്തുമ്പം എനിക്ക് മനസ്സിലായത് ആകെയുള്ളത് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്. വേറെ ആരും ഒന്നുമില്ലെങ്കിലും നമുക്ക് തരണം ചെയ്യാം. ആൻഡ് എ സപ്പോർട്ട് സിസ്റ്റം, ലൈക്ക് ഇറ്റ് മൈറ്റ് ബി യുവർ ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ്, ഹൂഎവർ. അപ്പം ഇത്രയും കാര്യങ്ങളും മതി നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു കാര്യമാണ്, ഒരു ബട്ടർഫ്ലൈ, ഒരു പടം മാത്രം കണ്ടതാണ്. ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നു. ഇത് ബട്ടർഫ്ലൈ ആകാൻ ശ്രമിക്കുകയാണ്, ലാർവയാണ്. അപ്പോൾ ഈ ലാർവ പൊട്ടിച്ചാലാണല്ലോ അതിൻ്റെ ആ പ്യൂപ്പ എന്ന് പറഞ്ഞ ഷെല്ല് പൊട്ടിച്ചാലാണ് അത് ബട്ടർഫ്ലൈ ആവുക. കുറേ നേരമായി അത് ശ്രമിക്കുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഒരു കുട്ടി പോയിട്ട് ബ്ലേഡ് വെച്ചിട്ട് അതങ്ങ് സ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അതിന് എളുപ്പത്തിന് പുറത്തോട്ട് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ച്. ബട്ടർഫ്ലൈ പുറത്തോട്ടൊക്കെ ഇറങ്ങി, പക്ഷെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ബട്ടർഫ്ലൈ പറക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചിറകിന് സ്ട്രെങ്ത് ഇല്ല. അപ്പം അത് ഈ പ്യൂപ്പയുടെ ഉള്ളിൽ ഈ ലാർവയെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാണ് അതിൻ്റെ ചിറകിന് സ്ട്രെങ്ത് വരിക. സോ ആ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് അതിന് പറക്കാൻ പറ്റില്ല. സോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ഭാഗമാണ് സ്ട്രഗിൾ ഉണ്ടാവും. എന്തെടുത്താലും, ഇപ്പോൾ നിങ്ങളൊരു ഈസി വേ എടുത്താലും സ്ട്രഗിൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അധികം ഒന്നും ശ്രമിച്ചില്ല, കോളേജിൽ നിന്ന് കിട്ടിയ ജോലിയിൽ പോയി, പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു, അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ഉണ്ട്. സോ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് സ്ട്രഗിൾ വേണമെന്നുള്ളത്. സോ വൺസ് യു സ്ട്രഗിൾ, നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സ് വെച്ച് സ്ട്രഗിൾ ആണെങ്കിൽ സക്സസ്സിലോട്ട് തന്നെ നിങ്ങളെ അത് നയിക്കും. സോ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ ബ്രദർ പോലെ മാത്രം
കണ്ടുകൊണ്ട് എല്ലാവർക്കും ഞാൻ വളരെയധികം നിങ്ങൾ സക്സസ്ഫുൾ ആകട്ടെ. സോ നമ്മുടെ ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, നമുക്ക് കോളേജ്, നമ്മൾ ജനിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന അന്തരീക്ഷം, അമ്മ അച്ഛൻ, ടീച്ചേഴ്സ്, കോളേജ്, സ്കൂൾ, ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്പാർക്ക് ഉണ്ട്. അത് നിങ്ങൾ കെടുത്താതെ നിങ്ങളുടെ ഒരു മാർഗം കണ്ടുപിടിച്ച് ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി നിങ്ങളൊരു ദിവസം പല 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 ടൈമായിട്ട്, ഇത്രയും കുട്ടികളുണ്ടല്ലോ, പല പല ടൈമായിട്ട് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതാണ് എൻ്റെ പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയും ആഗ്രഹം. താങ്ക് യു.